നേരെ മോർച്ചലിലോട്ട് ഒരു ബോഡി പോകും. അത് കഴിയുമ്പോൾ ഒരു ആംബുലൻസ് വരും. ആ ആംബുലൻസിൽ കയറ്റി നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. നോർമൽ ഡെത്ത്. ഞങ്ങളെ വീട്ടിലുള്ള കുടുംബക്കാർ മാത്രം അറിയും, വേറെ ആരും അറിയില്ല. ഞങ്ങളെ കൊണ്ട് ഓടാൻ പറ്റുന്നതിന് ഞങ്ങൾ ഓടും. നീതിക്ക് വേണ്ടി എവിടം വരെ ഓടാൻ പറ്റും അവിടെ വരെ നമ്മൾ ഓടും. കാരണം പോയത് എന്റെ ചേച്ചിയാണ്, എന്റെ ചോരയാണ്. എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. ഗവൺമെന്റ് ഞങ്ങളുടെ സൈഡ് നിൽക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഈ വിവരം കിട്ടിയെന്ന് പറയുമ്പോൾ ഏഷ്യൻ ന്യൂസിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ട് ഇതുപോലെയാണ് റിപ്പോർട്ട് വന്നിരുന്നു, അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ റിപ്പോർട്ട് വന്ന കാര്യം തന്നെ അറിയാം. അത് ഏത് റിപ്പോർട്ടാണെന്ന് അറിഞ്ഞില്ല. രണ്ടാമത് വിളിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് മെഡിക്കൽ റിപ്പോർട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഇതായിരുന്നു, റിപ്പോർട്ടിൽ പറയുന്ന കണക്ക് അണുബാധ കാരണമാണ് മരിച്ചത് എന്ന് പറഞ്ഞു. ഈ അണുബാധ കാരണമാണ് മരിച്ചതെന്ന് നമ്മൾ നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയാമുണ്ടായിരുന്നു. പിന്നെ അത് തന്നെ ഇവർ അന്വേഷിച്ചപ്പോഴും ആ സെയിം റിപ്ലൈ തന്നെ കിട്ടിയത്. പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് ഈ അസിനോറ്റോബാക്ടർ അല്ല, വേറെ ഏതൊരു ബാക്ടീരിയ കാരണമാണ് മരണത്തിന് കാരണം അവർ പറഞ്ഞു. എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളെ വീട്ടിലൊരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിനെ മാനിക്കുന്നുണ്ട്, എല്ലാ നിയമങ്ങളെ മാനിക്കുന്നുണ്ട്. അപ്പോൾ നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. കിട്ടുന്നവരെ നമ്മൾ ഏതറ്റം വരെ വേണമെങ്കിൽ നമ്മൾ പോകും, ഉറപ്പായിട്ടും പറയും. കാരണം എനിക്ക് തോന്നിയ ആ ഒരു ഫീലിങ്സ് എല്ലാവരും അറിയണം. അതെന്തായതുകൊണ്ട് ഞാൻ പറയും എന്ന് പറയുമ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞ് ഷീസ് ഫാസ്റ്റഡ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് കാണുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ കാണും എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഐസിക്കകത്ത് കൊടുത്തു. ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നേരെ പോയി. ഡോക്ടറിൻ്റെ ഫ്രണ്ടി കൊണ്ട് നടുക്ക് ബെഡിൽ എൻ്റെ ചേച്ചിയുടെ കൊണ്ട് ഞാൻ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നു നോക്കിയപ്പോൾ എൻ്റെ ചേച്ചി ഇങ്ങനെ കിടപ്പുണ്ട്. മൂക്കിൽ നിന്ന് ഇങ്ങനെ പതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല സത്യം പറഞ്ഞ. കാരണം എത്രയോ വർഷം കൊണ്ടുള്ള ഒരു ബന്ധമാണ് അത്. പെട്ടെന്നൊന്നും എനിക്ക് അങ്ങനെ എൻ്റെ ചേച്ചി ആ ഒരു രീതിയിൽ കാണാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് കൃത്യമായി സഹിച്ചില്ല. ഞാൻ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ എൻ്റെ തള്ളവരിൽ വെച്ച് ഇങ്ങനെ തടവി എന്നിട്ട് ഞാൻ ചോദിച്ചു പോയല്ലേന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും റിപ്ലൈ പറയാൻ ആളില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി പോയിട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ബാക്കിലോട്ട് വന്നിട്ട് ഡോക്ടറിനെ ഇങ്ങനെ നോക്കി. ഞാൻ ഡോക്ടറിനെ തലയാക്കി ശരി എന്നും പറഞ്ഞ് ഞാൻ നേരെ ഇറങ്ങി വന്ന്. അത് കഴിഞ്ഞ ശേഷം നേരെ ഞാൻ ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. കണക്ക് ഏഷ്യൻ്റെ ന്യൂസ് സെർച്ച് ചെയ്ത് അപ്പോൾ അവരുടെ എനിക്കൊരു കസ്റ്റമർ നമ്പർ എനിക്ക് കിട്ടി. ആ നമ്പറിന് ഞാൻ വിളിച്ചപ്പോൾ ഇതുപോലെ ഇന്ന ആൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഏഷ്യൻ ന്യൂസിലെ ഏഞ്ചൽ ചേച്ചി, ആ ചേച്ചിനെ വിളിച്ച് ഇതുപോലെ ചോദിച്ചു എന്താണ് പ്രശ്നം ചോദിച്ചു. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു. അവർ ഒരു ഹാഫ് ആൻ അവറിൽ എത്തുമെന്ന് പറഞ്ഞു. ഹാഫ് ആൻ അവർ മുമ്പ് തന്നെ അവരെത്തി. എന്നോട് എല്ലാ കാര്യവും ഡീറ്റെയിലായിട്ട് ചോദിച്ചു. എല്ലാം ഞാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഈ കാര്യം എല്ലാവരും അറിയണം. അന്ന് ഹോസ്പിറ്റലിൽ ആരൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളോടൊപ്പം? അന്ന് ബന്ധുക്കളായിട്ടാണ്. അതായത് ഇതൊന്നും സംഭവിക്കാത്ത ഒരു അവസരത്തിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് നിങ്ങളോട് പുറത്തു വന്നിട്ട് സഹോദരി ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇതുണ്ട്, അവർക്ക് മുൻകൂട്ടി ലേശം അറിയാൻ പറ്റുമല്ലോ, ആ രീതിയിലുള്ള എന്തെങ്കിലും സൂചന തരികയോ നിങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ എല്ലാം ചെയ്തിരുന്നോ? ഇല്ല, അവര് പറഞ്ഞെന്ന് വെച്ചാൽ നോക്കാം, ഈ മരുന്ന് കൊടുത്ത് നോക്കാം, ആ മരുന്ന് കൊടുത്ത് നോക്കാം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ പിന്നെ നിങ്ങളുടെ ധാരണ എന്താ? ഹോസ്പിറ്റലിൽ അവര് കൈയൊഴിയാൻ ശ്രമിക്കുന്നു, അവിടെ അങ്ങനെ ഒരു അണുബാധയ്ക്ക് ചാൻസ് ഇല്ല എന്ന്. നെക്സ്റ്റ് എന്താ നിങ്ങളുടെ ചിന്തയിൽ? ഓട്ടോപ്സി വരാനുണ്ട്, ഓട്ടോപ്സി റിപ്പോർട്ട് വരാനുണ്ട്. അപ്പോൾ എന്തായിരിക്കും കുടുംബം എന്ത് തീരുമാനിക്കുന്നത്? ഇപ്പോൾ വന്നത് മെഡിക്കൽ റിപ്പോർട്ടാണ്. അതിലിപ്പോൾ അവർ പറയുന്നത് ഹോസ്പിറ്റൽ കാരണമല്ല ഇതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേറെ എവിടെ നിന്നായിരിക്കും എന്നാണ് എൻ്റെ ചോദ്യം. ഈ അണുബാധ എന്ന് പറയുന്നത് എവിടെ നിന്ന് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളെല്ലാവരും ചോദിക്കുന്നത് തന്നെയല്ലേ. കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞൊരു സംഭവമല്ലേ അണുബാധ. അതുപോലെ എന്നെ വെച്ച് 3 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പിന്നെ അഡ്മിറ്റ് ആവും. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് ഈ അണുബാധ എവിടെ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവും. ഓക്കെ, അസിനോറ്റോബാക്ടർ അല്ല എന്ന് പറയുന്നുണ്ട്, വേറെ ഏതോ ബാക്ടീരിയ കാരണമാണ് മരിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ ഈ അസിനോറ്റോബാക്ടർ എവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതൊരു നോർമൽ ഡെലിവറിക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. പക്ഷെ നോർമൽ ഡെലിവറി ആയിട്ടല്ല തിരിച്ച് വന്നത്. തിരിച്ചാൾ വന്നിട്ടില്ല. ഇന്ന് സ്വാഭാവികമായിട്ട് ഇന്ന് ഈ റിപ്പോർട്ട് വരുമ്പോൾ എന്താണ്
ശിവപ്രിയയുടെ ഭർത്താവിൻ്റെയും ശിവപ്രിയയുടെ അച്ഛൻ്റെയും ഒക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? കാരണം ഞങ്ങള് ഉദ്ദേശിച്ചതല്ലല്ലോ ഞങ്ങൾക്ക്, കാരണം നേരത്തെ പറഞ്ഞ ആ സെയിം സാധനം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞത്. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. കാരണം അപ്പോഴും പറയണത് നമ്മളെ ഭാഗത്ത് എന്തോ തെറ്റുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഈ അണുബാധ എവിടെ നിന്ന് വന്നു എന്നായിരിക്കും ഉറപ്പിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഉറപ്പിക്കട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം, വേറെ വഴിയില്ല. ഇന്നലെ ഒരു സൂപ്രണ്ടിന്റെ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ മൊഴി കൊടുത്തു എന്ന് പറഞ്ഞു. എന്തായിരുന്നു അവരുടെ ഒരു സമീപനം ആ ടീമിന്റെ? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും അവിടെ ഇരുന്നൊരു മാഡം അവര് ഞാൻ പറയണെല്ലാം കേട്ട് അവർ നല്ലപോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവരെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് നല്ല ആ ഒരു സമയത്ത് തോന്നിക്കാണാം അവർ വിഷമം. എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി കാണില്ല. ലാസ്റ്റ് ഞാൻ അത് പറഞ്ഞു വന്നിട്ട് അവരെന്നെ ചോദിച്ചു, മോനെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിത്താ, ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി കൊടുത്തു. ഞാൻ ഇപ്പം പറഞ്ഞത് തന്നെയാണ് ഞാൻ അപ്പോഴാണ് എഴുതി കൊടുത്തത്. എന്തായാലും നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്യുമെന്റേഷന്റെ റെസിപ്റ്റ് ഒക്കെ ആണോ തന്നിട്ടുള്ള രീതിയിലായിരുന്നോ? ഇല്ല, വേറെ പേപ്പർ അങ്ങനെ ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ന്യൂസ് മാത്രമേ ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ മൊഴിയെടുക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അങ്ങനെ പോയി മൊഴിക്കുള്ള അവർ ചോദിച്ച എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കൊടുത്തു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും തുടക്കം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. മെഡിക്കൽ ടേം പറഞ്ഞതിനാണോ ഇത് ഇയാള് എന്ത് വിദ്യാഭ്യാസമുള്ളതെന്നൊക്കെ ചോദിച്ച് പരിഹസിച്ചെന്നൊരു വാർത്ത ഉണ്ടല്ലോ? അതുണ്ടായിരുന്നു. അതെനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല അത്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ എന്തങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ട ഓരോ റീസൺസ്. പറയുമ്പോൾ ഈ അസിനെറ്റോബാക്ടർ, പിന്നെ ട്രക്കസ്റ്റോമി, ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ട ഓരോ റീസൺസ്. ഇതൊക്കെ കൊണ്ടല്ലേ ഇതിന് ശേഷമല്ലേ എൻ്റെ ചേച്ചി എണീക്കാത്തത്. ട്രക്കസ്റ്റോമി ചെയ്തിട്ടുണ്ടായിരുന്നു, കഴുത്തിൽ ഹോൾ ഇട്ടിട്ട് ഉണ്ടായിരുന്നു. ട്രക്കസ്റ്റോമി ചെയ്തതിന് ശേഷം എൻ്റെ ചേച്ചി കണ്ണ് തുറന്നിട്ടില്ല. അതിന് മുമ്പ് വരെ കണ്ണ് തുറന്നിട്ടുണ്ട്. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കുന്ന പറയുമ്പോഴത്തേക്കും അങ്ങനെ സൗണ്ട് കൊണ്ടല്ല, കണ്ണുണ്ട്. എന്ത് ചോദിച്ചാലും ഇങ്ങനെ മനസ്സിലാക്കും, ഫ്രണ്ടിൽ നിൽക്കാൻ ആരാണെന്ന് മനസ്സിലാക്കും. ഈ ട്രക്കസ്റ്റോമി ചെയ്തതിന് ശേഷം പിന്നെ ആൾ എണീറ്റിട്ടില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാണാതിരുന്നെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കയറി കാണും. കാരണം എനിക്ക് അറിയുന്നതായിരുന്നു എൻ്റെ ചേച്ചി ഏതവസ്ഥയിലാണ്. കാരണം അവിടെ കിടന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചിയാണ് ആ കിടക്കണമെന്ന് എനിക്ക് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എല്ലാം സഹിച്ചു കാണുകയും ചെയ്യും. കണ്ണു തുറന്ന് കിടന്നപ്പോഴും ഞാൻ ഓരോന്നും പറഞ്ഞ് വാക്സിനെ ചിരിപ്പിക്കാൻ നോക്കും. ചിരിയെന്ന് പറയും. ചുണ്ടുകൊണ്ട് അത്ര വേദനയാണെങ്കിൽ പോലും എൻ്റെ ചേച്ചി ചിരിച്ചു, ചുണ്ടെനിക്ക് ചിരിച്ചു. അപ്പോഴെനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ ചേച്ചി തിരിച്ചു വരുമെന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഇങ്ങനെ ആവും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ട്രക്കസ്റ്റോമി ചെയ്തതിന് ശേഷമാണ് ശിവപ്രിയ ആൾമോസ്റ്റ് നിശ്ചലമായത് അല്ലേ? അതിനുശേഷം പിന്നെ എണീറ്റിട്ടില്ല. അപ്പോഴും അവർ പറഞ്ഞെന്ന് വെച്ചാൽ ട്രക്കസ്റ്റോമി അല്ല ഇതിന് കാരണം, ഇൻഫെക്ഷൻ ആണ് ഇതിന് കാരണം എന്നാണ് അവർ പറയുന്നത്. ഐസിക്കകത്താണ്. ഐസിക്കകത്ത് ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. എല്ലാവരും ക്രിട്ടിക്കലാണ്. എല്ലാവരും നോക്കാന്ന് പറയുന്നുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. കാരണം ഞങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ഹോപ്പ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ഞങ്ങളുടെ സൈഡിൽ നിൽക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു എറർ ഉണ്ടെങ്കിൽ അത് കറക്റ്റാക്കി പോകണം. കറക്റ്റ് ആക്കിയാൽ ഇനി ഇങ്ങനെ മരണം നടക്കൂല, ആൾക്കാർ രക്ഷപ്പെടും. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അസുഖം ഭേദമാക്കാനല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതല്ല, മരിക്കാനല്ലല്ലോ. എനിക്കിത് ട്രോമയാണ് ഇപ്പോൾ. അപ്പോൾ വേറെ ഒന്നുമല്ല, കുറച്ചും കൂടി ബെറ്ററായിട്ട് നോക്കണം എന്ന് പറയാൻ ഞാൻ പറയുന്നത്. കാരണം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റിന് ആ ഒരു രീതിയിൽ തന്നെ നോക്കണം. നോർമൽ പേഷ്യൻ്റായിട്ട് നോക്കരുത്. കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇതൊരു മെഡിക്കലിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആരും അങ്ങനെ നിൽക്കാൻ പോണില്ല. എനിക്കിതിപ്പോൾ പറയണമെന്ന് തോന്നിയത് മാത്രം ഞാൻ മീഡിയ വിളിച്ചതും ഇത്രയും എത്തിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ അതൊന്ന് ആ രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതൊരു നോർമൽ ഡെത്ത് ആയിരിക്കും. എന്നത്തെയും പോലെ ആ ബിൽഡിങ്ങിൽ നിന്ന് നേരെ മോർച്ചലിലോട്ട് ഒരു ബോഡി പോകും. അത് കഴിയുമ്പോൾ ഒരു ആംബുലൻസ് വരും. ആ ആംബുലൻസിൽ കയറ്റി നമ്മളെ വീട്ടിൽ കൊണ്ടുവരും. നോർമൽ ഡെത്ത്. ഞങ്ങളെ വീട്ടിലുള്ള കുടുംബക്കാർ മാത്രം അറിയും, വേറെ ആരും അറിയില്ല. ഒരു പക്ഷേങ്കിൽ നിങ്ങൾക്കിനി നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ആരുടെയെങ്കിലും നിയമോപദേശം കിട്ടിയിട്ടുണ്ടോ? എന്ത് ചെയ്യാൻ? ഉപദേശം ഒന്നും ആരും കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലുകാർ നിഷേധിച്ചാൽ എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ? അറിയില്ല. ഞങ്ങൾ എന്തായാലും നിർത്താൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞങ്ങളെ കൊണ്ട് ഓടാൻ പറ്റുന്നത്ര ഞങ്ങൾ ഓടും. നീതിക്ക് വേണ്ടി എവിടം വരെ ഓടാൻ പറ്റും അവിടം വരെ നമ്മൾ ഓടും.
കാരണം പോയത് എന്റെ ചേച്ചിയാണ് കേട്ടോ, എന്റെ ചോരയാണ്, എനിക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഈ പറയണം. ഹോസ്പിറ്റലിന്റെ അനാസ്ഥ എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആണ്, അല്ലാതെ ഇങ്ങനൊന്നും വരില്ലല്ലോ. ആ റിപ്പോർട്ടിൽ ഒരു ക്ലീൻ ചീട്ട് എഴുതി വന്നതിന് ശേഷവും ആ വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. അത്രേ ഉള്ളൂ. കാരണം ഇനി വരാൻ പോണ പേപ്പർ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്കത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. കാരണം അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള ഹോൾഡും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതേ കണക്ക് നിൽക്കാൻ പറ്റും. എന്നാലും ഞങ്ങൾ ഓടും, എത്രത്തോളം ഓടാൻ പറ്റും അത്രത്തോളം ഓടും. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് സത്യം തെളിയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കർമ്മ എന്നൊരു സാധനം ഉണ്ടല്ലോ, അതെന്തെങ്കിലും കൊണ്ടുവരും. അന്ന് അമ്മ കിടക്കുകയാണ്, അമ്മയ്ക്ക് സുഖമില്ലാത്ത ഒരാളാണ്. അവരുടെയൊക്കെ അവസ്ഥ ഇപ്പം എന്താ? അമ്മയുടെ അച്ഛൻ അവരിപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. അവരിപ്പോഴും രാത്രി കിടക്കാൻ നേരത്തായപ്പോൾ രണ്ടുപേരും കരച്ചിലാണ്. കാരണം എത്രയൊക്കെ ആണെങ്കിലും അച്ഛൻ്റെ അമ്മേരെയും ആ ഒരു വിഷമം വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലായി, എന്നെക്കാട്ടിലും മുമ്പേ കണ്ടവരാണ്. അപ്പൊ അവരവസ്ഥ ആലോചിച്ച് വയ്ക്കുന്നത്. കരച്ചിൽ ഇപ്പോഴും ഉണ്ട്, അതിന് ഒരു കുറവുമില്ല. ഞാൻ പിന്നെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കി, കരയല്ലേ കരഞ്ഞെന്ന് പറഞ്ഞ് ഒന്നും മാറാൻ പോണില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതെന്താണ് എൻ്റെ നമ്മളെ ചേച്ചിക്ക് പറ്റി നോക്കാം എന്ന് പറഞ്ഞ് സമാരംഭിച്ചങ്ങ് വിടും. അല്ല വേറെ വഴിയില്ല. എൻ്റെ ചേച്ചി ഞാനും പടം വരയ്ക്കും. ഇടയിലൊരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചിക്ക് ഒരു പടം വരയ്ക്കാൻ അധികം സമയമുണ്ട്. ഒരു ഹാഫ് ആൻ അവർ കൊണ്ടൊക്കെ പെട്ടെന്ന് വരയ്ക്കും എൻ്റെ ചേച്ചി. ഞാനും പറയുമ്പോൾ എനിക്ക് കുറച്ച് സമയം എടുത്തേ ഞാൻ വരയ്ക്കുള്ളൂ. അതുമല്ല വരയ്ക്കാൻ കുറച്ച് മടിയാണ്. നല്ലൊരു കലാകാരിയാണ്. അതുമാത്രമല്ല പാട്ടൊക്കെ പാടും, പാട്ട് പാടും, പടം വരയ്ക്കും, കവിത എഴുതും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ചേച്ചി അങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളല്ല. ആ ഒരു അവസ്ഥയെ പോലും എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ജോലിക്ക് പോയിക്കണം, കുഴപ്പമൊന്നുമില്ല, ആ ഒരു രീതിയിൽ അങ്ങനെ നോക്കുന്ന ഒരാളാണ്. അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഹാപ്പി ആയിരുന്നു രണ്ടുപേരും ഹാപ്പി ആയിരുന്നു. അതിനുശേഷം അവർക്ക് ഈ രണ്ടാമത് കൊച്ചു വരും പറഞ്ഞപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അടുത്തൊരാൾ വരാൻ പോകുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റഡായിരുന്നു. പക്ഷെ ഇങ്ങനെ ആവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. എന്തായാലും കൊച്ചിനെങ്കിലും കിട്ടി, ആ ഒരു കാര്യത്തിൽ സന്തോഷമാണ്. കുഞ്ഞ് കുഴപ്പമില്ല, ദിവസം കഴിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഭയങ്കര ശിവഭക്തയാണ്. അപ്പോൾ ശിവന്റെ പേരാണ് ചേച്ചി പ്രകൃതീശ്വരൻ. മൂത്ത കൊച്ചിന്റെ പേര് ശിവനേത്ര. ഭയങ്കര ഭക്തിയും വിശ്വാസങ്ങളും ഒക്കെ ആയിരുന്നു. ഭയങ്കര ഒരു വിശ്വാസിയായിരുന്നു. അന്നത്തെ ആ ദിവസം ഓർത്തെടുക്കുമ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ കലങ്ങുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുവാവയുമായി ഡിസ്ചാർജായി വന്നതിൻ്റെ അന്ന്, 3-ൻ്റെ അന്ന് തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നത്. കുഞ്ഞുവാവയും കൊണ്ട് മുന്നേ നടക്കുന്നത് അമ്മായി അമ്മയായിരുന്നു. ശിവപ്രിയയ്ക്ക് ഇത് വല്ലാത്ത സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞ നിമിഷമായിരുന്നു. മൂത്തത് പെൺകുഞ്ഞായപ്പോൾ മുതലുള്ള മോഹമായിരുന്നു രണ്ടാമതൊരു ആൺകുഞ്ഞ് പിറന്നാൽ അതിന് ബൃഹദീശ്വരൻ എന്ന് നാമകരണം ചെയ്യും. നൂലുകെട്ടും ബാക്കി എല്ലാ ചടങ്ങുകളും നാലുക്കൊപ്പം ഭംഗിയായി നടക്കും. ആ ഒരു രാത്രി അവൾ സ്വപ്നം കണ്ടുറങ്ങി. അന്ന് രാത്രി മാത്രം. പിറ്റേന്ന് എണീക്കുമ്പോൾ വല്ലാത്ത ക്ഷീണം, ശരീരമാസകലം വേദന, നെറ്റിയിൽ കഠിനമായ ചൂട്. അന്ന് ഉച്ചയോടെ കാര്യങ്ങൾ വഷളായി. തിരിച്ചവളെ SATയിൽ തന്നെ എത്തിച്ചു. അത് കഴിഞ്ഞ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് മാറ്റി. പിന്നെ കാത്തിരിപ്പും പ്രാർത്ഥനയും എല്ലാം കാറ്റിൽ പറത്തി സ്വപ്നങ്ങളുടെ ചിറകരിഞ്ഞ് വിധി അവളെ അപഹരിച്ച് കടന്നുപോയി. നമ്മളെല്ലാം ആ വാർത്ത കേട്ടു. പ്രസവശേഷം അണുബാധയെ തുടർന്ന് യുവതി മരിച്ചു എന്ന്. ഇന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനൊരു അണുബാധയുണ്ടാകാൻ ഒരു ചാൻസും ഇല്ലെന്ന്. കുടുംബം ചോദിക്കുന്നു, പിന്നെ അണുബാധ എവിടുന്ന്? അല്ലെങ്കിൽ തന്നെ അണുബാധയുണ്ടായാൽ ചികിത്സിക്കാനല്ലേ ഹോസ്പിറ്റൽ എന്ന്. പരസ്പരം പഴിചാരിയും കൈക്കറ ആരും കാണാതെ കഴുകി വെളുപ്പിച്ചും ജീവിച്ചിരിക്കുന്നവർ നമ്മൾ വീണ്ടും ഒരു നാടകത്തിലെന്ന പോലെ അഭിനയിച്ചു തീർക്കുന്നു. നാടകമേ മനുഷ്യജീവിതം.